Hello friends, Assalamualaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ബ്രെഡ് മഞ്ചൂരിയൻ ഉണ്ടാക്കാം. അതിനായി ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് കുറച്ച് ബ്രെഡ് ക്രംസ്, കുറച്ച് ഗ്രേറ്റഡ് ക്യാരറ്റ്, പിന്നെ കുറച്ച് ഗ്രേറ്റഡ് കാബേജും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ആൻഡ് ഗ്രീൻ ചില്ലി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്കിതിനെ ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിനെ ഓരോരോ ബോൾസായി മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിനെ ഡീപ് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഒരു ഗോൾഡൻ കളർ വരുന്നവരെ നമുക്കിതിനെ ഫ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം ഇതിനെ ഒന്ന് മാറ്റിവെക്കാം. നെക്സ്റ്റ് ഒരു പാനിലോട്ട് ഗ്രീൻ ചില്ലിയും ഗാർലിക് ക്ലൗസും ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായി ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് കാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് സോയ സോസ്, കുറച്ച് ചില്ലി സോസ്, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വിനേഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് കോൺഫ്ലവറും വെള്ളവും ഒന്ന് മിക്സ് ആക്കി എടുത്ത് ഇതിലോട്ട് ഒഴിച്ചെടുക്കണം. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്തെടുത്ത ബ്രെഡ് ബോൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് കൊറിയൻഡർ ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.